ഇവൻ എന്റെ കൂട്ടുകാരനായോണ്ട് ഇത്ര നാൾ ഞാൻ ചോദിക്കാഞ്ഞത്. അപ്പൊ ആ മറ്റേ വാടക പലിശ ഉണ്ടല്ലോ, അതിന് തരണം. തരാം, താമസിക്കാതെ തരാം പ്ലീസ്. അയ്യോ, നീ താമസിക്കാതെ തരണ്ട, നീ താമസിച്ചാണ്ട് ഇങ്ങനെ തന്നാ മതി. എന്റെ സഹോദരൻ ഇന്ന് തന്നെ ഗൾഫിൽ പോകുന്നുണ്ട്. അവിടെ പോയ ഉടൻ തന്നെ ഇങ്ങേരെ അങ്ങോട്ട് കൊണ്ടുപോകണം. അതുവരെ അണ്ണ ക്ഷമിക്കണം നമ്മളെ കാര്യത്തിൽ. ഗൾഫിലൊക്കെ പോവാ. പിന്നെ എങ്ങനെ ഗൾഫിൽ പോകും? ഇങ്ങനെ എന്നും അടിയും പിടിയൊക്കെയാണ്. ഇന്നലെ ആരെയൊക്കെ ഇങ്ങനെ ഓട്ടിച്ചെണ്ണ. എടാ നിനക്കറിയത്തില്ലേ, എടീ കേസും പക്കാണോ ഒക്കെ ഉണ്ടെങ്കിൽ ഗൾഫിൽ പോകാൻ പറ്റത്തില്ല. എനിക്കറിയാലോ, ഞാൻ ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ല. അവിടെ തടയ്ക്ക് ഓളാം. ഇന്നലെ മറ്റേ വിറയിന്റെ ഇപ്പുറത്ത് നിന്നപ്പോ കുറെ നാളും ഞാൻ അങ്ങനെ ഓടി ഞാൻ ഓടി വന്ന്. ഞാൻ പിന്നെ ആള് കൂടിയാ പിന്നെ എങ്ങനെ അറിയാ ഞാൻ അവിടെ നിൽക്കുന്നത്? ഇപ്പൊ വലിയ ധീരനാണ്. നാളെ വലിയ അടി കൊണ്ട് ഓടി പരിക്കാത്ത വന്ന് കയറി. എടാ ആള് കൂടുതലുണ്ട്, ഞാൻ എങ്ങനെ അവിടെ നിൽക്കുന്നത്? എത്ര വലിയ ധീരന്മാരായാലും അടി വന്നാ ഓടും. പിന്നെ അവര് രണ്ടുപേരുണ്ടായിരുന്നു, ഞാനും അടിയും ഒറ്റയ്ക്ക്. അവർ രണ്ടുപേരും ഉണ്ടായിരുന്നു, ഇവർ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അപ്പൊ പിന്നെ അങ്ങനെ സംഭവിക്കുക, കുഴപ്പമില്ല. പിന്നെ പെങ്ങളെ, നമ്മുടെ നിങ്ങളുടെ ആ മക്കളെ ഹിന്ദി പഠിപ്പിക്കുന്ന ട്യൂഷൻ മാഷ് ഉണ്ടല്ലോ, അങ്ങനെ നമ്പർ എനിക്കൊന്ന് തരണം. എന്തിനാ? എനിക്ക് കുറച്ച് ഹിന്ദി പഠിക്കാനാ. എടാ നീ എന്തിന്റെ വയസ്സുകാലത്ത് ഹിന്ദി പഠിക്കണത്? നീ എന്താടാ ഒന്നും അറിയാതെ സംസാരിക്കുന്നത്? എടാ നിനക്കറിയത്തില്ലേ, 6 മാസം പ്രായമുള്ള കുഞ്ഞിനെ ഞാൻ ഡൽഹിയിൽ നിന്നല്ലേ ദത്തെടുത്തത്. എടാ 1 വയസ്സാകുമ്പോ അവൻ ഹിന്ദി പറഞ്ഞ് സംസാരിച്ചു തുടങ്ങും. എനിക്ക് അവനോട് എന്തെങ്കിലും ഒക്കെ ഒന്ന് സംസാരിച്ചു തുടങ്ങണ്ടേ? തുടങ്ങിയപ്പോ